ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പ്രഗ്നൻസി ടൈമിൽ എനിക്കുണ്ടായിരുന്ന പ്രഗ്നൻസി എക്സ്പീരിയൻസിനെ കുറിച്ചിട്ടാണ്. എങ്ങനെയായിരുന്നു എൻ്റെ ഒരു പ്രഗ്നൻസി 3 ട്രിമിസ്റ്ററും, അതായത് ഒരു 9 മന്ത് എങ്ങനെയായിരുന്നു എനിക്കുള്ളത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ ഇതുപോലെ ഫേസ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടാകും, അതല്ല ഇതിന് ഓപ്പോസിറ്റുള്ള ആൾക്കാരുണ്ടാകും, ഇതിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാകും. സോ ഞാൻ ആരെയും കമ്പയർ ചെയ്യുന്നതല്ല, ജസ്റ്റ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അധികം വലിച്ചു നീട്ടാതെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് കൂടി ചെയ്യണം. പിന്നെ ചാനൽ വീഡിയോസ് കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടി ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ പ്രഗ്നൻ്റ് ആണെന്ന് നമ്മൾ അറിഞ്ഞു. അപ്പോൾ 1 മന്ത് ആകുമ്പോഴാണല്ലോ നമ്മൾ അറിയുന്നത്. നമ്മൾ 1 മന്ത് ആയി എന്ന് കണക്കൂട്ടല്ലേ ചെയ്യുന്നത്. പിന്നെ അറിഞ്ഞിട്ടുള്ളൊരു മാസം എനിക്കങ്ങനെ എന്താ പറയണ്ടേ, അങ്ങനത്തെ വൊമിറ്റിംഗ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. ഭയങ്കര ക്ഷീണമായിരുന്നു, നല്ല രീതിയിൽ ക്ഷീണം ഉണ്ടായിരുന്നു. അതായത് നമ്മൾ വെറുതെ ഇരുന്നാൽ പോലും ക്ഷീണം എന്ന് അറിയില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. കുറച്ച് സമയം എവിടെയെങ്കിലും ഇരുന്ന് കഴിഞ്ഞാൽ ക്ഷീണം, പിന്നെ ഒരു ഉയപ്പ് പോലെ വരുമോ, പക്ഷെ അത് വൊമിറ്റിംഗ് ആയിട്ട് വരുന്നുണ്ടായിട്ടില്ല. നമുക്കിങ്ങനെ ഉഴച്ചൊഴിച്ച് വരുമോ, വായൊക്കെ ഒന്ന് കഴിക്കുന്നത് പോലെ ഇങ്ങനെയുള്ളൊരു തോന്നൽ വന്നിട്ടുണ്ടായിരുന്നു. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ കൈവേദന, അപ്പോഴേ കൈവേദന വരുമെന്ന് എനിക്കറിയില്ല, എനിക്ക് കൈവേദന ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഇതുപോലെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കും, ഇങ്ങനെ ഫസ്റ്റ് മന്തിൽ കൈവേദനയൊക്കെ നോർമലാണോ. അപ്പം എൻ്റെ കൂടെ അനുസരി സെർച്ച് ചെയ്ത് നോക്കും, ഞാൻ ഇങ്ങനെ പ്രഗ്നൻസീൻ്റെ ഫസ്റ്റ് മന്തിൽ കൈവേദനയൊക്കെ വരുമോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. അപ്പം പിന്നെ ഞാൻ എൻ്റെ പ്രഗ്നൻസി ഏർലി സിംറ്റംസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പീരീഡ്സ് ആവുന്ന രീതിയിലുള്ളൊരു പെയിന് വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ അത് എനിക്ക് ഫസ്റ്റ് മന്ത്, സെക്കൻഡ് മന്ത്, തേർഡ് മന്ത് ഒക്കെ എനിക്ക് ആ ഒരു നമ്മൾ പീരീഡ്സ് ആവുമെന്ന് തോന്നുന്നൊരു പെയിനില്ലേ, അത് എനിക്ക് പ്രഗ്നൻസിയുടെ 4th മന്ത് ഒക്കെ വരെ എനിക്ക് ആ ഒരു പെയിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ആ ഒരു മന്തിൽ അങ്ങനെ അങ്ങ് പോയി. പിന്നെ നെക്സ്റ്റ് മന്ത് ആയ സമയത്ത്, നെക്സ്റ്റ് മന്ത് സ്റ്റാർട്ടിങ് തൊട്ടിട്ട് തന്നെ എനിക്ക് നല്ല രീതിയിൽ വൊമിറ്റിംഗ് വന്നു. അപ്പം പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞ ഒരു 1 മന്ത് ഞാൻ ഏട്ടൻ്റെ വീട്ടിലായിരുന്നു ഉണ്ടായത്. അപ്പം ഏട്ടൻ അവിടെ ഉള്ളതുകൊണ്ട് അവിടെ തന്നെ ഉണ്ടായത്. പിന്നെ ഏട്ടൻ UK പോയപ്പം വീട്ടിൽ പകൽ സമയത്ത് ആരും ഉണ്ടാവില്ല, പ്രഗ്നൻ്റ് ആയതുകൂടി ഉള്ളതുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ വീട്ടിൽ എപ്പോഴാണോ എത്തിയത് അന്നത്തെ ദിവസം തൊട്ടിട്ട് ഫുൾ വൊമിറ്റിംഗ് ആയിരുന്നു. വെള്ളം കുടിച്ചാൽ ഛർദ്ദിക്കും, പിന്നെ ഫുഡ് കഴിച്ചാൽ ഛർദ്ദിക്കും, ഫുഡ് കഴിച്ചില്ലെങ്കിലും ഛർദ്ദിക്കും. അത് ഒരു ഭക്ഷണം പോലും കഴിക്കാൻ പറ്റുന്നുണ്ടായില്ല. പിന്നെ ഏട്ടൻ്റെ വീട്ടിലുള്ള സമയത്ത് ഞാൻ പാല് കുടിക്കലുണ്ടായിരുന്നു. പാല് നമ്മൾ സൊസൈറ്റിയിൽ നിന്ന് പാല് വാങ്ങിച്ചിട്ട് അത് കാച്ചിയിട്ട് കുടിക്കും. അങ്ങനെ ഒരു 3-4 ദിവസം കുടിച്ച സമയത്ത് ഞാൻ ഈ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞതിന് ശേഷമാണ് ഈ സൊസൈറ്റി പാല് വാങ്ങിക്കാൻ തുടങ്ങിയത്. അപ്പോൾ രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയാണ് ഇത് കാച്ചി കുടിക്കുക. നമ്മൾ കാച്ചുന്ന സമയത്ത് അതിന് സ്മെല്ല് എനിക്ക് പറ്റിയില്ല. ഒരു 2 ദിവസം അടുപ്പിച്ച് എനിക്ക് സ്മെല്ല് പറ്റിയില്ല. 3-ാമത്തെ ദിവസം തൊട്ടിട്ട് പാല് കണ്ട് അപ്പം ഛർദ്ദിക്കും. അങ്ങനെ പാല് കുടിക്കുന്നത് നിർത്തി. അങ്ങനെ പാല്, മുട്ട എനിക്ക് സെക്കൻഡ് മന്ത് ഒരു പകുതിയൊക്കെ ആയതിന് ശേഷമാണ് മുട്ട കഴിക്കുമ്പം ഛർദ്ദിക്കാൻ തുടങ്ങും. മുട്ട കണ്ടാൽ ഛർദ്ദിക്കും. മുട്ടയുടെ മഞ്ഞയുടെ സ്മെല്ല് അല്ലെങ്കിൽ മുട്ട പുഴുങ്ങുന്ന കണ്ടു കഴിഞ്ഞാലൊക്കെ ഛർദ്ദി വരാൻ തുടങ്ങി. അപ്പോൾ ഒരു 5 മന്ത് വരെ എനിക്ക് പാല്, മുട്ട അങ്ങനത്തെ സാധനങ്ങളൊന്നും, പ്രോട്ടീൻ ഫുഡ്സൊന്നും കഴിക്കാനേ പറ്റിയിട്ടുണ്ടായിട്ടില്ല. പിന്നെ നട്ട്സ് കണ്ടു കഴിഞ്ഞാൽ, അത് ഞാൻ പറയുന്നതിന് മുന്നേ, അപ്പോൾ എനിക്കൊരു സെക്കൻഡ് മന്ത് കഴിഞ്ഞ് തേർഡ് മന്ത് സ്റ്റാർട്ടിംഗ് ഒക്കെ ആയപ്പോഴാണ് ഈ പറഞ്ഞതുപോലെ വൊമിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തത്. ക്ഷീണം ഓൾറെഡി ഉണ്ടായിരുന്നു, വൊമിറ്റിംഗ് തുടങ്ങിയത് ആ ഒരു സമയത്ത്. അതിന് മുന്നേ ഞാൻ ഈ പാലിൻ്റെ ഹോർലിക്സ്, ബോൺവിറ്റ ഒക്കെ കലക്കിയിട്ട് കുടിക്കുന്നത് അങ്ങ് സ്റ്റോപ്പ് ചെയ്തു, തീരെ പറ്റാത്തത് കൊണ്ട്. അപ്പോൾ ഏട്ടൻ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് പിന്നെ നട്ട്സ് കാര്യങ്ങളൊക്കെ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വൊമിറ്റിംഗ് തുടങ്ങിയതിന് ശേഷം, അതിന് മുന്നേ വരെ ഇങ്ങനെ TV കാണുമ്പോഴൊക്കെ ഇങ്ങനെ നട്ട്സ് എടുത്ത് കഴിക്കും, കാഷ്യൂ, ബദാം, പിസ്തയൊക്കെ. പക്ഷേ ഈ വൊമിറ്റിംഗ് തുടങ്ങിയതിന് ശേഷം നട്ട്സിൻ്റെ ബോട്ടിൽ കണ്ടു കഴിഞ്ഞാൽ അപ്പം വൊമിറ്റിംഗ് വരും. പിന്നെ ഫുഡൊന്നും കഴിക്കാൻ പറ്റുന്നില്ല, ചോറ് കഴിക്കാൻ പറ്റില്ല, മീൻ കഴിക്കാൻ പറ്റില്ല. അതുപോലെ എന്ത് കറീൻ്റെ സ്മെല്ല് വന്നു കഴിഞ്ഞാലും ഞാൻ അപ്പം വൊമിറ്റ് ചെയ്യും. നമ്മളെ വീട്ടിൽ കറി ഉണ്ടാക്കുന്ന സ്മെല്ല് വരുമല്ലോ, ആ സമയത്ത് ഞാൻ ഒന്നുകിൽ TV ഒക്കെ കാണുന്നതാണെങ്കിൽ, ഹാളിൽ നിന്ന് TV കാണുന്നതാണ്, ഞാൻ എണീറ്റ് പോകും. അങ്ങനെ എനിക്ക് ഒരു കറീൻ്റെ സ്മെല്ലും പിടിക്കാത്ത അവസ്ഥയായി. പിന്നെ നമ്മൾ തക്കാളിയൊക്കെ പച്ചക്ക് മുറിച്ച് വെക്കൂലേ, ആ ഒരു സ്മെല്ല്. അല്ലെങ്കിൽ ഞാൻ ഈ പച്ചക്കറിയെല്ലാം മുറിക്കുന്നതിൻ്റെ അരുവത്ത് കഴിയുന്നതും പോവാണ്ടിരിക്കും, കാരണം സ്മെല്ല് വന്ന് അപ്പം ഛർദ്ദിക്കും. പിന്നെ ചോറ് വെക്കുന്ന സ്മെല്ല്, ഇതൊക്കെ എത്രയാൾക്ക് ഇതുപോലെ ഉണ്ടെന്ന് എനിക്കറിയില്ല. ചോറ് വെക്കുന്ന സ്മെല്ല്, അത് വന്നാൽ ഛർദ്ദിക്കും.
ഫുഡ് കഴിക്കാനിരുന്ന ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നല്ല രീതിയിൽ ക്ഷീണം വരും. ക്ഷീണം വന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കും. എന്തെങ്കിലും നമുക്ക് കഴിക്കണ്ടേ, വാവ കൂടി ഉള്ളതല്ലേ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ ഉച്ചക്കൽ ഇരുന്ന് കഴിഞ്ഞാൽ ഫുഡ് എടുത്ത് വെച്ചതുപോലെ ഉണ്ടാവും. ഒരു ഉരുള ഞാൻ വായിലിട്ടപ്പോൾ അപ്പാട് ഓടിപ്പോയി ഛർദ്ദിക്കും. ഒരു ദിവസം എനിക്കൊന്ന് 8-10 തവണയെല്ലാം കണ്ടിന്യൂസ് ഛർദ്ദിയായിരുന്നു. പക്ഷെ അപ്പം ഹോസ്പിറ്റലിൽ പോകുമോ, നമ്മൾ അങ്ങനെ ട്രിപ്പ് കയറ്റുമോ ഒന്നും ചെയ്തിട്ടില്ല. ഇളനീര് വെള്ളമില്ല, ഇളനീര് വെള്ളം കഞ്ഞി വെള്ളം അതായിരുന്നു എൻ്റെ മെയിനായിട്ടുള്ള ഫുഡ്. വേറെ ഒന്നും ശരിക്കും പറഞ്ഞാൽ ഉണ്ടായിട്ടില്ല. ബാക്കി എന്ത് കുടിച്ചാലും ഛർദ്ദിക്കും. അപ്പം അങ്ങനെ ഇളനീര്, അനിയൻ ഇളനീര് കൊണ്ടുത്തരും. പിന്നെ അതുപോലെ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്ന വഴിക്കാണെങ്കിലും നമ്മൾ ഇളനീര് വാങ്ങിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു. ഇളനീര് തന്നെയാണ് ഫുൾ ടൈം കുടിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അതുപോലെ കഞ്ഞിവെള്ളം, വീട്ടിൽ വെച്ച കഞ്ഞിവെള്ളം കുടിച്ചുകൊണ്ടിരിക്കും. അമ്മമ്മ വിളിക്കുന്ന സമയത്ത് ഇങ്ങനെ ഏട്ടൻ്റെ അമ്മമ്മ വിളിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഛർദ്ദിയാന്ന് പറയുമ്പോൾ അമ്മമ്മ പറയും കഞ്ഞിവെള്ളം നല്ലോണം എടുത്ത് കുടിച്ചോ. അപ്പോൾ കഞ്ഞിവെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു. ഗനിയ മെയിൻ ഫുഡ്, വേറൊരു പ്രോട്ടീനായിട്ടുള്ള ഫുഡോ അല്ലെങ്കിൽ അങ്ങനത്തെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡോ ഒന്നും കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. നൈറ്റിലാണെങ്കിൽ ചോറൊന്നും കഴിക്കാൻ പറ്റില്ല. അങ്ങനെയല്ലോ കഞ്ഞിയൊക്കെ ആക്കി, കഞ്ഞി ചമ്മന്തി, കഞ്ഞി ചെറുപയറ്, അതും ഒരു 3-4 സ്പൂണ് മാത്രം. അമ്മ ഇപ്പോഴും പോലും പറയും ആദ്യത്തെ സമയത്തൊന്നും കുഞ്ഞാവക്ക് വേണ്ടുന്നതൊന്നും ആ ടൈം നീ കഴിക്കാത്തതുകൊണ്ട് കിട്ടിയിട്ടില്ല എന്ന്. കഴിക്കാൻ പറ്റാറുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ഫുള്ള് ഒരു 3-4 മാസം, 4 മാസം വരെയൊക്കെ അങ്ങനെ അങ്ങ് ഛർദി, ഫുള്ള് കിടത്തും, എണീക്കാൻ പറ്റില്ല. ഞാൻ തീരെ ആക്റ്റീവല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം വന്നിട്ടൊന്ന് TV കാണാനിരിക്കും. അപ്പോൾ TV നോക്കുമ്പോഴേക്ക് വോമിറ്റിംഗ് വരും. എന്നാൽ ശരി ഫോൺ നോക്കാമെന്ന് എഴുതിയിട്ട് ഫോൺ നോക്കുമ്പോൾ വോമിറ്റിംഗ് വരും. ഞാൻ ആരെ കോളും ചെയ്യലില്ല, ആരെ കോൾ അറ്റൻഡും ചെയ്യലില്ല. ഇവൻ ഏട്ടൻ തന്നെ അവിടുന്ന് UK സമയത്ത് വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം അമ്മ എടുത്തിട്ടാണ് പറയുക ഇങ്ങനെ മോനെ ഛർദ്ദിച്ചിട്ട് ഭയങ്കര ക്ഷീണമായിട്ട് കിടക്കും, ഇന്ന് ഫോണൊന്നും നോക്കാൻ പറ്റുന്നില്ല എന്ന്. ഫോൺ യൂസ് ചെയ്യാറില്ല. ഇടയ്ക്ക് സമയത്ത് ഞാനിങ്ങനെ ഒരു ദിവസമെല്ലാം കംപ്ലീറ്റ് ഫോൺ യൂസ് ചെയ്യാൻ നെറ്റ് ഓണാക്കാണ്ടൊക്കെ നിന്ന് കഴിഞ്ഞാൽ അനുസരിച്ച് ടെൻഷനായിട്ട് വിളിക്കും. നീ എന്നാ ഓക്കെ അല്ലേ, നീ എന്താ ഓൺലൈനിലൊന്നും വരാത്തേന്ന് ചോദിച്ചിട്ട് വിളിക്കും. അപ്പം അത് ഒരു ഭയങ്കര സന്തോഷമല്ലേ. നമ്മളെ കുറച്ച് സമയം നമ്മളെ മെസ്സേജ് കാണാണ്ടിരിക്കുമ്പം നമ്മൾ അന്വേഷിച്ച് വരുന്ന ഒരാളുണ്ടാവുക എന്ന് പറയുന്നത് ഏറ്റവും നല്ല കാര്യമല്ലേ. അപ്പോൾ ഇതുപോലെ തന്നെ ഏട്ടനും അവിടുന്ന് നമുക്ക് നല്ല ടൈം വ്യത്യാസമില്ല. അപ്പോൾ ഏട്ടൻ എണീക്കുന്ന സമയം നമ്മൾ കണ്ട് എന്തെങ്കിലും മെസ്സേജ് ഉണ്ടാവും. അത് കണ്ടിട്ടില്ലെങ്കിൽ ഏട്ടൻ വിളിക്കുന്നത് എന്താ നീ നെറ്റൊന്നും ഓണാക്കാൻ, നീ എന്താ മെസ്സേജ് ഒന്നും അയക്കാൻ. ഇവർ രണ്ടാളും അപ് ടു ഡേറ്റ് ആയിട്ട് കാണാണ്ടിരിക്കുമ്പോൾ വിളിച്ച് അന്വേഷിക്കും ഓക്കെ അല്ലേ, എന്താ പ്രശ്നം ഉണ്ടാവും എന്ന് വെച്ചിട്ട്. അപ്പം ഫോൺസിൻ്റെ യൂസ് തീരെ ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. ഫോൺ ഞാൻ പറഞ്ഞ പോലെ ഛർദ്ദിച്ചെല്ലാം വന്ന് കിടക്കുമ്പോൾ ഞാൻ കരുതും കുറച്ച് സമയം അതെങ്കിലും നോക്കിയിട്ടൊന്ന് റിലാക്സേഷൻ ആവാമെന്ന് കരുതും. പക്ഷെ പറ്റൂല, നേരെ ഛർദ്ദി തുടങ്ങും. പ്രഗ്നൻസി സ്റ്റാർട്ട് ചെയ്ത സമയം തൊട്ടിട്ട് എനിക്ക് തോന്നുന്നു ഒരു 1 മന്തൊക്കെ കഴിഞ്ഞ് 2 മന്തൊക്കെ കഴിഞ്ഞപ്പോൾ തൊട്ടിട്ട് പ്രഗ്നൻസി ഫുൾ ടൈം എനിക്കുണ്ടായ ഒരു കാര്യമാണ് മൂഡ് സ്വിങ്സ്. ദേഷ്യം വരിക. അതിനെക്കുറിച്ച് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ആ വീഡിയോ കണ്ടു നോക്കിക്കോളൂ. അപ്പം മൂഡ് സ്വിങ്സ് എനിക്ക് നല്ല രീതിയിൽ എന്നെ ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പ്രഗ്നൻസി മൂഡ് സ്വിങ്സ്. പിന്നെ എനിക്കൊരു 3rd മന്തൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഓൾറെഡി ഞാൻ വോമിറ്റിംഗ് ആയിട്ട് എണീക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കിടക്കുന്നത്. അപ്പം 3rd മന്തിലായപ്പോൾ എനിക്ക് ഇവിടുന്ന് ഒരു ജലദോഷം വന്നു. എങ്ങനെയാണ് വന്നതെന്നൊന്നും അറിയില്ല. ഞാൻ പുറത്തോട്ട് പോകുന്നുമില്ല. ഞാൻ ആകെ ഇവിടുന്ന് ഹോസ്പിറ്റലിൽ നേരെ ചെക്കപ്പ് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക്, ഇത് മാത്രമാണ്, ഞാൻ വേറെ എവിടെയും പോകാറില്ല. അപ്പോൾ ഒരു 3rd മന്തൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു ജലദോഷം വന്നു. എനിക്ക് തോന്നുന്നു ഒരു ഫെബ്രുവരിയൊക്കെ സമയത്താണ്. അപ്പോൾ ആ സമയത്ത് മഴ സമയമല്ല, തണുപ്പ് പിടിച്ചു, ജലദോഷം വന്നു, ഫുള്ളിങ്ങനെ മൂക്കെല്ലാം വരാൻ തുടങ്ങി. അപ്പം എനിക്ക് ടെൻഷനും ഇത് വാവയ്ക്ക് എഫക്റ്റ് ആവുമോ എന്നുള്ളത്. കാരണം നമുക്കങ്ങനെ പ്രിസ്ക്രിപ്ഷനൊന്നും ഇല്ലാതെ ടാബ്ലറ്റൊന്നും കഴിക്കാൻ പറ്റില്ല. അതിനായിട്ട് ഡോക്ടറെ കൺസൾട്ട് ചെയ്യേണ്ടതല്ലേ. അപ്പം എന്നാലും അവർ പാരസെറ്റമോൾ എങ്ങാനും തന്നാലോ അത് കഴിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ളൊരു പേടിയായിരുന്നു. അപ്പം അത് ജലദോഷത്തിൻ്റെ ഒന്ന് കുറച്ച് അതൊരു മൂക്കുന്നതിലൊക്കെ മൂക്കൊലിപ്പ് പോലെയെല്ലാം വരാൻ തുടങ്ങി. അങ്ങനെ വരുന്നല്ല, ഫുൾ കഫം കെട്ടി മൂക്ക് കടഞ്ഞ് ഭയങ്കര ബുദ്ധിമുട്ടായി. അത് കഴിയുമ്പോഴേക്ക് പെട്ടെന്ന് കുറച്ച് പതിയെ ആയിട്ട് ചുമ വരാൻ തുടങ്ങി. ചുമ വന്നപ്പോൾ ഫുള്ള് സീനായി. ചുമ എന്ന് പറഞ്ഞാൽ എനിക്ക് ചെറുപ്പം തൊട്ടിട്ട് എനിക്ക് ചുമ വന്നു കഴിഞ്ഞാൽ നൈറ്റൊന്നും എന്നെക്കൊണ്ട് ഉറങ്ങാനേ പറ്റില്ല. ചുമച്ചുകൊണ്ടേയിരിക്കും. അപ്പോഴിങ്ങനെ കഫ് സിറപ്പ് കാര്യങ്ങളൊക്കെ വാങ്ങി കുടിക്കുകയ്യ. കാരണം എനിക്ക് പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ അല്ലെങ്കിൽ ജലദോഷമൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ ഏറ്റവും കൂടുതൽ ടെൻഷനുള്ള കാര്യമാണ് ഈ ചുമ വരുന്നത്. കാരണം അത് വന്നു കഴിഞ്ഞാൽ എൻ്റെ അടുത്ത് പോകാൻ ചുമക്ക് ഭയങ്കര മടിയാണ്. അപ്പോൾ ഈ ചുമ വരാൻ തുടങ്ങി. ചുമച്ച് എനിക്കപ്പോൾ പേടിയാണ്. ഞാൻ വയറൊക്കെ പിടിച്ചിട്ടാണ് ചുമക്കൽ.
അങ്ങനെ വലിയ വയറൊന്നും വന്നു തുടങ്ങിയില്ല. പക്ഷെ വാവ ഉണ്ടല്ലോ ഉള്ളിൽ. അപ്പോൾ നമ്മൾ ചുമക്കുന്ന സമയത്ത് അത് വാവക്ക് എഫക്റ്റ് ആവുമോ അങ്ങനെയുള്ള പേടി. അങ്ങനെയൊന്നും ഉണ്ടാവില്ലായിരിക്കും. പക്ഷേ നമുക്കൊരു ഫസ്റ്റ് ടൈം ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് എന്തായാലും ഒരു ടെൻഷൻ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ വയറൊക്കെ പിടിച്ചിട്ടാണ് ചുമക്കും. എനിക്ക് കൂടുതൽ ടെൻഷനാന്ന് തുടങ്ങി. രാത്രി ഉറക്കമില്ല. ഞാനും അമ്മയും ഇതുപോലെ ഉറങ്ങാണ്ടിരിക്കും. ചുമച്ച് ഞാനിങ്ങനെ ഇരിക്കുകയാണ്. കിടന്നു കഴിഞ്ഞാൽ ചുമ വരും. ഇരുന്നാൽ രാത്രി ഇരിക്കുന്ന സമയത്ത് വലിയ പ്രശ്നമില്ല. പക്ഷെ കിടന്ന് ഞാനൊന്ന് ഉറക്കം വരുമ്പോഴേക്ക് ചുമക്കാൻ തുടങ്ങും. പിന്നെ ഓൾറെഡി വൊമിറ്റിംഗ് ആണ് ആ സമയത്ത്. അപ്പം ഈ ഒരു ചുമയും കൂടി വരുന്ന സമയത്ത് വൊമിറ്റിംഗ് ഒക്കെ കൂടി. വൊമിറ്റിങ്ങിൻ്റെ സിറ്റുവേഷൻ വേഴ്സ്റ്റായി. പിന്നെ എന്നിട്ട് എന്താ പറയുക, നല്ല രീതിയിൽ ഞാൻ ബുദ്ധിമുട്ടി. ആ ഒരു ഫെബ്രുവരി ആ ഒരു രണ്ടാഴ്ച എടുത്തിട്ടില്ല, ഒരു 1.5 ആഴ്ചയോളം നല്ല രീതിക്ക് ബുദ്ധിമുട്ടായി. വായി തുറക്കാൻ പറ്റില്ല. ഫുൾ ആക്ഷൻ വെച്ചിട്ടായിരുന്നു. ആ സമയത്താണ് അനുശ്രീ എന്നെ കാണണമെന്ന് പറഞ്ഞ് വന്നത്. അവളുടെ അടുത്ത് പോലും ഒന്ന് മര്യാദയ്ക്ക് സംസാരിക്കാനോ ആക്കാനോ പറ്റില്ല. ഫുൾ ഞാൻ ആക്ഷൻ വെച്ചിട്ടാണ് സംസാരിക്കുക. വെള്ളം കാണിക്കുക, ഫുഡിന് ഇങ്ങനെ കാണിക്കുക, അല്ലെങ്കിൽ ചാർത്തിക്കണം എന്നുള്ളത് കാണിക്കുക. ഇതൊക്കെ ആക്ഷൻ വെച്ചിട്ട് എനിക്ക് ഒന്നും സംസാരിക്കാൻ പറ്റില്ല. വായി തുറന്നാൽ അപ്പം ചുമ വരും, പിന്നെ അത് ഛർദ്ദിക്കും. അപ്പം അങ്ങനെ അതൊരു കൊണ്ട് ഞാൻ നല്ലോണം ബുദ്ധിമുട്ടി. അങ്ങനെ എൻ്റെ ഫസ്റ്റ് ട്രിമിസ്റ്ററും സെക്കൻഡ് ട്രിമിസ്റ്ററിൻ്റെ പകുതിയും ഈ ചുമ, പിന്നെ ക്ഷീണം, ഛർദി ഇതെല്ലാം കൊണ്ട് അങ്ങനെ പോയി. ഞാൻ തീരെ ആക്റ്റീവ് അല്ലാന്ന് വെച്ചാൽ ഒരു പൊടിക്ക് പോലും ആക്റ്റീവ് അല്ല. ഫുൾ ടൈം ബെഡിൽ കിടക്കുക. ഞാൻ ആക്റ്റീവ് ആവാൻ ശ്രമിക്കും. ഞാൻ പുറത്ത് വന്നിരിക്കും, ഞാൻ ടി വി ഒക്കെ കാണും, നടക്കാൻ നോക്കും. കുറച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു കഴിഞ്ഞാൽ തല ചുറ്റുന്ന പോലെയാവും, പിന്നെ അത് ഛർദ്ദിക്കും. അപ്പം നമ്മൾ ഭാവിയുടെ കാര്യം കൂടി നോക്കേണ്ടത് കൊണ്ട് ഞാൻ അധികം അങ്ങനെ റിസ്ക് ഒന്നും എടുത്തിട്ടില്ല. പിന്നെ ഒരു 5th മന്തൊക്കെ ആയപ്പം നമുക്ക് ഒരു നെയ് സേവ എന്ന് പറഞ്ഞിട്ട് ചടങ്ങുണ്ട്. അതിപ്പം എത്ര ആൾക്കാർക്ക് ആ ഒരു ചടങ്ങുണ്ടെന്ന് അറിയില്ല. നമ്മൾ അമ്പലത്തിൽ പോയിട്ട് നെയ്യ് പൂജിച്ചിട്ടുള്ള വെണ്ണ കഴിക്കും. അപ്പം അതൊരു നെയ് സേവ എന്ന് പറഞ്ഞിട്ട് നമുക്ക് നമ്മളെ ഇടയിൽ നടത്തി വരുന്നൊരു ചടങ്ങാണ്. അപ്പം ആ ഒരു ചടങ്ങോട് അടുപ്പിച്ചിട്ട് എനിക്ക് കുറച്ച് വൊമിറ്റിംഗ് അങ്ങ് നിന്നു. അപ്പം പിന്നെ ആ ചടങ്ങ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ വീട്ടിൽ വന്നിട്ട് അത് 5 ദിവസം 7 ദിവസം 9 ദിവസം അങ്ങനെ നമ്മളത് 3 ദിവസം അങ്ങനെയായിട്ട് നമുക്ക് നമ്മുടെ ഇഷ്ടം പോലെ നമുക്കത് കഴിക്കാം, പൂജിച്ചത്. അപ്പം ആ സമയത്ത് നമ്മൾ രാവിലെ എണീറ്റ് കുളിച്ച് വേറെ ഫുഡൊന്നും കഴിക്കാണ്ടാണ് രാവിലെ തന്നെ നമ്മൾ ഈ ഒരു പൂജിച്ച വെണ്ണ കഴിക്കുന്നത്. അപ്പോൾ അത് ആരുടെടുത്തെങ്കിലും ഈ ഒരു ചടങ്ങ് ആരെങ്കിലും ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമുക്കറിയാലോ ആരുടെടുത്താണുള്ളത്, ഏതാണ് സ്ഥലം എന്നൊക്കെ. അപ്പോൾ ആ സമയത്ത് എനിക്ക് ടെൻഷനായിരുന്നു. ഇങ്ങനൊരു ചടങ്ങുണ്ട് എന്നൊക്കെ പറയുമ്പോൾ തന്നെ എനിക്ക് ഇത് പറ്റുമോ? കാരണം എണീറ്റ് പോയിട്ട് കുളിക്കാൻ വരെ പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഞാൻ ആ സമയത്ത് ഉണ്ടായത്, ക്ഷീണിച്ചിട്ട്. അപ്പം എനിക്ക് നല്ല ടെൻഷനായിരുന്നു. പക്ഷെ എന്തോ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ ചടങ്ങ് തൊട്ടിട്ട് ഞാൻ ഫുൾ ആക്റ്റീവ് ആവാൻ തുടങ്ങി. അതിന് കുറച്ച് ദിവസം മുന്നേ തന്നെ കുറച്ചായിട്ട് വൊമിറ്റിംഗ് ഒക്കെ സ്റ്റോപ്പായി. ദിവസം 8 തവണയെല്ലാം ഛർദ്ദിച്ച് ഞാൻ പിന്നെ ഒരു 5 തവണ 4 തവണയെല്ലാമായി. പിന്നെ അത് 2 1 ആയി. പിന്നെ ഓരോ ദിവസം ഗ്യാപ്പ് ഇട്ടിട്ട് ഛർദ്ദിക്കാനൊക്കെ തുടങ്ങി. പിന്നെ അങ്ങനെ ഛർദ്ദി അങ്ങ് സ്റ്റോപ്പായി. അപ്പോൾ ഇതിൽ നമ്മൾ രാവിലെ തന്നെ ഞാൻ ആ സമയം തൊട്ടിട്ട് ഞാനിവിടെ പിക്ക് ഈ ഫോണിലുണ്ടെങ്കിൽ ഞാനത് കൊടുക്കാം പിക്ക്. ഞാൻ പിന്നെ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ വേഷ്ടി മുണ്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ ഡെയിലി പിന്നെ അങ്ങോട്ടേക്കൊരു 8 മന്ത് വരെ എടുത്തുകൊണ്ടിരുന്നത് വേഷ്ടി മുണ്ടാണ്. അപ്പം രാവിലെ കുളിച്ചപ്പോൾ എനിക്ക് അതൊരു ഭയങ്കര ഒരു പോസിറ്റീവ് വൈബായിരുന്നു. എനിക്കൊരു ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഞാൻ നേരെ പോയി ബ്രഷൊക്കെ ചെയ്ത് കുളിച്ച് വന്നിട്ട് ഈ ഒരു വേഷ്ടി മുണ്ടെടുത്ത് നിൽക്കുക. നല്ല കുപ്പിവെള്ളയൊക്കെ ഇട്ടിട്ട് ഞാൻ 5th മന്ത് തൊട്ടിട്ട് കുപ്പിവെള്ളം ഇടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കുപ്പിവെള്ളയൊക്കെ ഇട്ടിട്ട് നിൽക്കും. അപ്പോൾ അതെനിക്കൊരു പോസിറ്റീവ് വൈബാണ്. പിന്നെ ഞാൻ അങ്ങോട്ട് ഫുൾ ആക്റ്റീവാണ്. കാരണം നമുക്ക് ആദ്യത്തെ ഒരു മാസം ഫുള്ള് ഞാനൊരു 4 മാസം വരെ ഞാൻ ഫുൾ ടൈം ഇങ്ങനെ എന്താ പറയുക, ഒരുമാതിരി ഉറക്കം തൂങ്ങിയ പോലെ അല്ലെങ്കിൽ ടയേർഡായിട്ടാണ് നിന്നിട്ട്. എനിക്ക് ഒന്നാമത് അങ്ങനെ നിൽക്കാൻ ഇഷ്ടപ്പെടാത്ത ആളാണ് ഞാൻ. അപ്പം പിന്നെ ഞാൻ അങ്ങനെ ഇരിക്കലൊക്കെ കുറഞ്ഞു. ഫുൾ ടൈം നടക്കാൻ തുടങ്ങി. നമുക്ക് കുറച്ച് നീണ്ട രേഖ വീട്ടിൻ്റെ ഫ്രണ്ടിൽ, എൻ്റെ വീട്ടിൽ. അപ്പോൾ ആ രേഖത്തുനിന്ന് ഞാൻ എപ്പോഴും നടന്നുകൊണ്ടേയിരിക്കും. ബിഗ് ബോസ് കാണുന്ന സമയത്ത് മാത്രം ഇരുന്നിട്ട് ബിഗ് ബോസ് കാണും. അതിൽ പരസ്യം വരുന്ന സമയത്ത് പിന്നെ എണീറ്റ് നടക്കും. അപ്പോൾ അമ്മയെല്ലാം പറയും, നീ ഇങ്ങനെ നടക്കണ്ട, എപ്പോഴെങ്കിലും നടക്കുമെന്നല്ലാണ്ട് നീ ഫുൾ ടൈം ഇങ്ങനെ നടക്കണമെന്നില്ല. അപ്പം അങ്ങനെ അതൊക്കെ കഴിഞ്ഞൊരു 6th 7th മന്ത് ആയ സമയത്ത് ഞാൻ ഈ സമയം പറഞ്ഞില്ല. അപ്പം എനിക്ക് ക്ഷീണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ദിവസങ്ങളിൽ പെട്ടെന്ന് അങ്ങ് ഞാൻ മൂഡ് ഓഫ് ആവും, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് ഡള്ളാവും. ചില ദിവസം ഒരു വൈകുന്നേരം ആകുമ്പോൾ തന്നെ നല്ല ഭയങ്കര ക്ഷീണമായിരിക്കും, അന്നൊന്നും ചെയ്യാൻ തോന്നില്ല. ചില ദിവസം രാവിലെ തന്നെ ക്ഷീണമായിരിക്കും, ഒന്നും ചെയ്യാൻ തോന്നില്ല, ഫുൾ ടൈം കിടത്തം പോലെ ആയിരിക്കും. ഞാനായിട്ട് അങ്ങനെ ആക്റ്റീവായിട്ട് നിൽക്കാൻ ശ്രമിക്കും. പക്ഷേ ചില ദിവസങ്ങളിൽ നമുക്ക് ആ ക്ഷീണം അനുഭവപ്പെടും. അപ്പോൾ നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ.
അപ്പോൾ അത് കഴിഞ്ഞ് അങ്ങനെ പിന്നെ ഗ്യാസിൻ്റെ പ്രശ്നം വന്നിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ ഗ്യാസ് പ്രശ്നം ഉണ്ടായിരുന്നു. നോർമലി എസിഡിറ്റി ഉണ്ട്. പിന്നെ ഈ ചെറുപയർ കടലയൊക്കെ കൂട്ടിയ ദിവസമാണെങ്കിൽ അസിഡിറ്റി നല്ല രീതിക്ക് രാത്രി ആകുമ്പോഴേക്ക് വരും. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഒരു 6-7th മന്ത് സ്റ്റാർട്ടിങ് ഒക്കെ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ആയ സമയത്ത് എനിക്ക് ഒരു അടിവയറ്റിൽ ഭയങ്കര വേദന വന്നു തുടങ്ങി. നമുക്ക് എത്രയാ വീക്സ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായത് 31 വീക്കും അങ്ങനെ എത്രയേ ആയിട്ടുള്ളൂ. അപ്പം വേദന വരാൻ തുടങ്ങി. അത് നടക്കും പെട്ടെന്ന് നമ്മൾ ഇരുന്നിട്ട് എണീറ്റ് നടക്കാൻ പറ്റില്ല. അവിടെ നമ്മൾ അടിവയറ്റിൻ്റെ അടുക്ക് ഒരു പിടുത്തം വേദനയും വരും. കാലെടുത്ത് വെച്ച് നടക്കാൻ പറ്റില്ല. അങ്ങനെ ഇത് ഡോക്ടറെ വിളിച്ച് ചോദിച്ചു എന്താ ഇങ്ങനെ ഒരു വേദന വരുന്നുണ്ട് എന്താണെന്നുള്ളത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നീ അധികം നടക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അധികം സ്ട്രെയിൻ ചെയ്തിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിപ്പോൾ തൽക്കാലം ഒഴിവാക്ക്. എന്നിട്ട് നമുക്ക് ചെക്കപ്പിന് വരുന്ന സമയത്ത് നോക്കാം. ഇപ്പോൾ കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. അപ്പോൾ അതിന് മുന്നേ തന്നെ അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇനി വേദന എന്ന് പറയുമ്പോൾ നീ എന്താന്ന് പറയണ്ടേ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ടായിരിക്കും ചിലപ്പോൾ വേദന വരുന്നത്, എനിക്ക് കുറച്ച് നടത്തങ്ങ് കുറക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടറും കൂടി പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, നടക്കുന്നതൊന്ന് കുറച്ചു. പിന്നെയായിരുന്നു എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞത് ഈ നോർമൽ ഡെലിവറി നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുഴിഞ്ഞടിച്ച് വരണം, പിന്നെ അലക്കണം, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഞാൻ കേട്ടതുകൊണ്ട് യൂട്യൂബിലായാലും കേട്ടു. എൻ്റെ അടുത്ത് പറയുകയും ചെയ്തുകൊണ്ട് ഞാൻ ഡോക്ടറെ അടുത്ത് ചോദിച്ചു. എനിക്കും നോർമൽ ഡെലിവറി നടക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. പിന്നെ ഇങ്ങനെ എനിക്ക് അതിനൊക്കെ ഞാൻ ഡെലിവറി സ്റ്റോറിയിൽ പറഞ്ഞിട്ടുണ്ട്, പ്രഗ്നൻസി സ്റ്റോറിയിൽ പറഞ്ഞിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് 5 മന്ത് വരെ നല്ലോണം സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ എനിക്കും ഇങ്ങനെ അടിച്ചു വരാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഈ വേഷ്ടി മുണ്ടൊക്കെ ഇട്ട് നമ്മൾ വണങ്ങി അടിച്ചൊക്കെ വരുന്നത്. അപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് പോയിട്ട് ചോദിച്ചു എനിക്ക് ഇങ്ങനെ അടിച്ചു വരണമെന്നുണ്ട്, അപ്പോൾ ഞാൻ അടിച്ചു വാരിക്കോട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ എക്സസൈസൊക്കെ ചെയ്തോട്ടെ. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് ചെക്കപ്പൊക്കെ ചെയ്തിട്ട് പറഞ്ഞു എനിക്കിപ്പോൾ ഈ അടിവയറ് വേദന വന്നത് തന്നെ നീ കണ്ടിന്യൂസ് എന്തോ കാര്യം സ്ട്രെയിൻ എടുത്ത് ചെയ്തിട്ടാണ്. അപ്പം അമ്മ പറഞ്ഞു ഇങ്ങനെ എപ്പോഴും നടന്നുകൊണ്ടിരിക്കലാണെന്ന് പറഞ്ഞു. നടക്കാം, പക്ഷെ ഒന്നും ഓവറാവരുത്. നീ രാവിലെയും വൈകുന്നേരം ഒരു ½ അവർ വെച്ചിട്ട് നടന്നോളൂ, അല്ലാതെ കണ്ടിന്യൂസ് നടന്നുകൊണ്ടിരിക്കേണ്ട. ഇപ്പോൾ ഒരു 31 വീക്സ് മാത്രമേ ആയിട്ടുള്ളൂ. അപ്പം സപ്പോസ് ഈ വേദന വന്ന് യൂട്രസ് എങ്ങാനും ഓപ്പൺ ആയിക്കഴിഞ്ഞാൽ നമുക്ക് പിന്നൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ബേബി പ്രീടേം ആയി പോകും. അതുകൊണ്ട് നമ്മൾ കെയർഫുൾ ആയിരിക്കണം. സോ ഇപ്പം നീ അടിച്ചു വരാനോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള എക്സസൈസോ ചെയ്യാൻ നിൽക്കണ്ട. ഞാൻ നിൻ്റെ അടുത്ത് പറയും, സ്കാനിങ്ങും റിപ്പോർട്ട്സൊക്കെ നോക്കിയിട്ട് നിൻ്റെ അടുത്ത് പറയും, അപ്പോഴും മാത്രം നീ എന്താണെന്ന് വെച്ചാൽ ചെയ്താൽ മതി. അപ്പോൾ പിന്നെ ഞാൻ ഈ കണ്ടിന്യൂസ് നടത്തവും അങ്ങനെ കുറഞ്ഞ് രാവിലെയും വൈകുന്നേരം ഒരു അരമണിക്കൂർ അങ്ങനെ. പക്ഷെ എന്നാലും എനിക്ക് ഇരുത്തം കൊള്ളില്ല, ഞാനിങ്ങനെ നടക്കാനൊരു ടെൻഡൻസി വരും നമുക്ക്. അപ്പോൾ പിന്നെ പ്രഗ്നൻ്റ് ആയ സമയത്ത് എനിക്ക് ഉണ്ടായൊരു സംഭവമായിരുന്നു. ഒരു 3rd മന്തൊക്കെ തൊട്ടിട്ട് കാലിന് മസിൽ പിടിക്കൽ. അത് ആദ്യമൊക്കെ ഒരു ചെറിയൊരു പിടുത്തം എപ്പോഴെങ്കിലും കൂടുമ്പോൾ ഒരു 1-2 ആഴ്ച കൂടുമ്പോഴേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ തേർഡ് ട്രിമിസ്റ്റർ തൊട്ടിട്ട് ഒരു 2 ദിവസം കൂടുമ്പോൾ എനിക്ക് ഒരു മസിൽ പിടിക്കും. മസിൽ പിടിച്ച് ഞാൻ കൂക്കി കരയല, വേദന സഹിക്കാൻ പറ്റാണ്. അങ്ങനെ മസിൽ പിടിക്കും. ഉറക്കത്താണ് നമുക്ക് പിടിക്കുന്നത്, അല്ലാത്ത സമയമൊന്നും പ്രശ്നമില്ല. ഉറങ്ങുന്ന സമയത്ത് എനിക്ക് മസിൽ പിടിക്കും. പിന്നെ എനിക്ക് അതിന് മുന്നേ, അതായത് ഒരു 2nd ട്രിമിസ്റ്റർ വരെ എനിക്ക് വയറധികം ഉണ്ടായിരുന്നില്ല, ഒരു കുഞ്ഞ് വയറേ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ ഈ ഒരു വേസ്റ്റ് മുണ്ടൊക്കെ എടുത്തു കഴിഞ്ഞാലും മനസ്സിലാവില്ല പെട്ടെന്ന് ഞാൻ പ്രഗ്നൻ്റ് ആണെന്നുള്ളത്. പക്ഷേ 3rd ട്രിമിസ്റ്റർ ആയപ്പോൾ തൊട്ടിട്ട് എനിക്ക് വയറ് വന്നു തുടങ്ങി. അപ്പോൾ കുഞ്ഞ് വയറൊക്കെ കാണിച്ച് ആദ്യം എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ആൺകുട്ടിയായിരിക്കും എന്നുള്ളത്. അപ്പോൾ 3rd ട്രിമിസ്റ്റർ ആയപ്പോൾ വയറ് വന്നു തുടങ്ങി. പിന്നെ മൂഡ് സ്വിങ്സ് ഞാൻ പറഞ്ഞതുപോലെ കണ്ടിന്യൂസ് ഉണ്ട്. പിന്നെ ഒരു 2nd ട്രിമിസ്റ്റർ പകുതിയൊക്കെ ആയപ്പോഴാണ് എനിക്ക് ഫുഡൊക്കെ, നമുക്ക് ഈ പറയുന്നേക്കില്ലേ പ്രഗ്നൻ്റ് ആയവർക്ക് ഓരോന്നും ഫുഡൊക്കെ കഴിക്കാൻ കൊതി ഉണ്ടാവും എന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ സമയത്ത് കൊതി പോയിട്ട് ഒരു കുഞ്ഞ് സാധനം നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന ദോശ കഷ്ണം വരെ കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഒരു 2nd ട്രിമിസ്റ്ററൊക്കെ പകുതിയാവുന്ന സമയത്താണ് എനിക്ക് ഓരോ ഫുഡിനോട് കൊതിയൊക്കെ വരാൻ തുടങ്ങിയത്. അപ്പോൾ ഞാൻ ഇവിടെ നിൽക്കുമ്പം എനിക്ക് ഇവിടുന്ന് അമ്മയാക്കുന്ന സാധനങ്ങൾ പ്രത്യേകിച്ച് എന്തെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ട് അമ്മേനെ കൊണ്ടാക്കിപ്പിക്കും. ഇല്ല ഏട്ടൻ്റെ വീട്ടിലെ ഓരോ കറിയിലാണെങ്കിൽ അവിടെ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അവിടെ നിൽക്കാൻ പോകുന്ന സമയത്ത് അങ്ങനെ ഉണ്ടാക്കിപ്പിക്കും. അപ്പം അങ്ങനെ ആ ഒരു കൊതി വന്ന് തുടങ്ങിയത് ഒരു 2nd ട്രിമിസ്റ്റർ പകുതി ആയപ്പോഴാണ്. പിന്നെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യമായിരുന്നു മത്തിക്കറി. മത്തി പ്രഗ്നൻ്റ് ആകുന്നതിന് മുന്നേ വരെ എനിക്ക് വലിയ താല്പര്യമില്ലാത്ത കറിയാണ്. അതിൻ്റെ സ്മെല്ല് ഒക്കെ പറഞ്ഞിട്ട് ഞാൻ കഴിക്കാറില്ല മത്തിയൊക്കെ. ഞാൻ കല്യാണം കഴിഞ്ഞ് ഏട്ടൻ്റെ വീട്ടിൽ പോയ ശേഷം അവിടെ എല്ലാവരുടെയും ഫേവറേറ്റ് ഫുഡ് എന്ന് പറയുന്നത് മീൻ കറിയാണ്. അപ്പോൾ അധികം എല്ലാ ഡേയ്സിലും മീൻ കറി ഉണ്ടാവും. അപ്പോൾ എനിക്കത് അത്ര ഇഷ്ടമായിരുന്നില്ല. പക്ഷേ പ്രഗ്നൻ്റ് ആയ ശേഷം ഭയങ്കര ഇഷ്ടമായിരുന്നു മത്തിക്കറി മുളകിട്ട് വെച്ചത്.
അതെൻ്റെ ഫേവറേറ്റ് ആയിരുന്നു. പിന്നെ ഒരു സെക്കൻഡ് ട്രിമിസ്റ്റർ തൊട്ടിട്ട് പ്രഗ്നൻസി ഫുള്ള്. അപ്പം പിന്നെ ഇടയ്ക്കിടയ്ക്ക് ആ ഒരു കറി വെച്ച് കൂട്ടും. അങ്ങനെ ഒരു കൊതികളൊക്കെ വരാൻ തുടങ്ങിയത് സെക്കൻഡ് ട്രിമിസ്റ്റർ പകുതിക്കാണ്. പിന്നെ തേർഡ് ട്രിമിസ്റ്റർ ആയപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ വയറ് വന്നു തുടങ്ങിയല്ലോ. അപ്പം അതിന് ശേഷം എനിക്ക് വയറിൽ ഇടയ്ക്കിടയ്ക്ക് ഗ്യാസ് വരാൻ തുടങ്ങി, കണ്ടിന്യൂസ് ഗ്യാസ് വരാൻ തുടങ്ങി. വയറിങ്ങനെ പെട്ടെന്ന് ടൈറ്റായി വരുന്നത് പോലെ തോന്നും. എനിക്ക് പേടിയാവും, ഇതെന്താ ഇപ്പോൾ ഡെലിവറി ഇങ്ങനെ നടക്കാൻ പോകുന്നതാണോ എന്നുള്ള പോലെ. വയറിങ്ങനെ വെലിഞ്ഞ് മുറുക്കി നമുക്കത് കറക്റ്റ് മനസ്സിലാവും. ഭയങ്കര ഒരു ടൈറ്റ്നെസ് നമുക്ക് ഫീൽ ചെയ്യും വയറ്റിന്. ആ ഒരു സംഭവം വരാൻ തുടങ്ങി. പിന്നെ ഉറക്കക്കുറവ്, അയ്യോ നല്ല രീതിയിൽ ഉറക്കക്കുറവായിരുന്നു. ഞാൻ 8th മന്തൊക്കെ പകുതിയായ സമയത്ത് ഏട്ടൻ നാട്ടിലേക്ക് വന്നു. അപ്പം ഞാൻ അങ്ങോട്ടേക്ക് ഏട്ടൻ്റെ വീട്ടിലേക്ക് പോയി. പിന്നെ പകല സമയത്ത് ഏട്ടന് ഉണ്ടല്ലോ നിൽക്കാൻ വേണ്ടിയിട്ട്, അപ്പം ഞാനും ഏട്ടനും കൂടി ഉണ്ടാവുക. അപ്പം അങ്ങനെ അങ്ങോട്ട് പോയി. ആ സമയത്ത് ഉറക്കേ ഇല്ല. ഏട്ടൻ പറയുന്നത് ഏട്ടൻ എണീറ്റിട്ട് നോക്കുന്ന സമയത്തെല്ലാം ഞാൻ ഇങ്ങനെ ഉറങ്ങാണ്ട് അട്ടത്ത് നോക്കിയിരിക്കുന്നു. ആകാശം കാണാൻ പറ്റില്ല, ഇങ്ങനെ ഫാൻസ് ഹീലിംഗ് നോക്കിയിട്ട് ഞാൻ കിടക്കുന്നുണ്ടാവും. ഇല്ലയെന്നുണ്ടെങ്കിൽ ഏട്ടൻ ചില സമയത്ത് ഇങ്ങനെ ഉറക്കം ശരിയാവാണ്ട് ചിലപ്പോൾ തിരിഞ്ഞ് കിടക്കാൻ നോക്കുമ്പോൾ റൂമിലോട്ട് ഒരാൾ നടക്കുന്നു. പെട്ടെന്ന് ഞെട്ടിപ്പോവും. അവൻ്റെ അടുത്ത് നീ ഇങ്ങനെ നടക്കല്ലേ, ഈ പാദസരത്തിൻ്റെ സൗണ്ടും ഉണ്ടാവും റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. പെട്ടെന്ന് നോക്കുമ്പോൾ ആരെല്ലാം പേടിച്ചു. ഞാൻ ഉറക്കം കിട്ടാണ്ട് നടക്കുകയോ ഈ റൂമിൽ. എനിക്ക് ഉറങ്ങാനേ പറ്റുള്ളൂ. പുലർച്ചെ ഒരു 5 മണി 6 മണിയൊക്കെ കഴിഞ്ഞ് ഞാനൊന്ന് ഉറക്കം എനിക്ക് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉറക്കക്കുറവ് നല്ല രീതിയിൽ പ്രശ്നമുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് മെയിനായിട്ട് ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ. ഞാൻ കുറച്ച് പോയിൻറ്റ്സ് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ മറന്നു പോകുന്നത് കൊണ്ട് പോയിൻറ്റ്സ് ആയിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ നടുവേദന അങ്ങനെ വലുതായിട്ട് നടുവേദനയൊന്നും ഉണ്ടായിട്ടില്ല. കാലിന് നീര് വരുക അതൊന്നും ഉണ്ടായിട്ടില്ല. കുറേ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കാലിന് നീര് വന്ന് തടിച്ച് വീർത്ത് വരുന്നു. ആ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. മെയിനായിട്ട് ഉറക്കക്കുറവ്, അസിഡിറ്റിൻ്റെ പ്രശ്നം, ഗ്യാസിൻ്റെ പ്രശ്നം, പിന്നെ വയറ് ടൈറ്റാവുന്ന പ്രശ്നം, മൂഡ് സ്വിങ്സ്, ഇതൊക്കെയായിരുന്നു മെയിനായിട്ടുണ്ടായിരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ ഒരു പ്രഗ്നൻസി ജേണിയിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ഞാനീ പറഞ്ഞതുപോലെ ഇതിൽ ഒരു കാര്യങ്ങളും ഇല്ലാതെ എന്താ പറയുക, വോമിറ്റിങ്ങിനൊക്കെ പകരം നല്ലോണം ഫുഡ് കഴിക്കാൻ കൊതിയുള്ളവർ, അല്ലെങ്കിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കണം വിശന്നുകൊണ്ടിരിക്കുന്നവർ, പിന്നെ തീരെ ഫുഡ് കഴിക്കാണ്ട് ട്രിപ്പൊക്കെ കയറ്റുന്നവർ, അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അപ്പം എന്താ പറയുക, ഓരോ പ്രഗ്നൻസി എക്സ്പീരിയൻസും ഡിഫറെൻ്റ് ആണ്. ഓരോരാളുടെ ബോഡി അതൊക്കെ വെച്ചിട്ടാണ്. അതിപ്പം നമ്മളെ ഫസ്റ്റ് ആയതുകൊണ്ട് ഇങ്ങനെയാണെന്നൊന്നുമില്ല. ഇപ്പം ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ഒരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് വോമിറ്റിങ്ങും കാര്യമൊന്നും ഇല്ലാണ്ട് സെക്കൻഡ് പ്രഗ്നൻസിയിൽ വോമിറ്റിംഗ് ഉള്ളവരെ എത്രയോ ആൾക്കാരെ എനിക്കറിയാം. അപ്പം നമ്മൾ എന്താ പറയുക, ഓരോ ഡിഫറെൻ്റാണ്. നമുക്കതൊക്കെ ഒരു മെമ്മറീസ്. ഇപ്പോൾ വോമിറ്റിംഗ് ആയിക്കഴിഞ്ഞാലെല്ലാം അതൊരു നമുക്കൊരു മെമ്മറീസല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവരും അവരുടെ പ്രഗ്നൻസി ജേണി എല്ലാവരും എന്താ പറയുക സന്തോഷമായിട്ട് പോവുക, എൻജോയ് ചെയ്യുക മെയിനായിട്ട്. കാരണം നമുക്ക് അതൊക്കെ കഴിഞ്ഞ് നമുക്ക് ഭാവിക്ക് വന്ന് കഴിഞ്ഞാലും നമുക്ക് ആ ഒരു പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന മൊമെൻറ്റ്സൊക്കെ നമുക്ക് അത്രയും സ്പെഷ്യലായിരിക്കും. ഭാവിയുടെ കിക്സ് അതൊക്കെ നമുക്ക് അത്രയും എന്താ പറയുക, നമുക്ക് അത്രയും സ്പെഷ്യലായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മൊമെൻറ്റ്സ് ആണ് അല്ലേ അതൊക്കെ. അപ്പോൾ എല്ലാവരും പ്രഗ്നൻസി ജേണിയൊക്കെ എൻജോയ് ചെയ്യുക. ഇപ്പം പ്രഗ്നൻ്റ് ആയിട്ടിരിക്കുന്നവർക്കൊക്കെ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു കുഞ്ഞാവയെ കിട്ടട്ടെ. അപ്പോൾ എല്ലാവരും മൈൻഡൊക്കെ റിലാക്സ് ചെയ്തിട്ട് ഹാപ്പി ആയിട്ട് സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ ഇത്രയും എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ, താങ്ക് യു.